സർ, ഡിജിറ്റൽ ഇന്ത്യ പ്രത്യേകിച്ച് UPI രംഗത്ത് നമ്മുടെ ഇന്ത്യ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ 2000 കോടിയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. 25 ലക്ഷം കോടിയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രാജ്യം ലോകത്തിന് തന്നെ വലിയ ഒരു അത്ഭുതമായി മാറുകയാണ്. നമുക്കറിയാം, ഏഷ്യൻ രാജ്യങ്ങളിൽ GCC രാജ്യങ്ങൾ പൊതുവെ മറ്റൊരു രാജ്യത്തിന്റെയും പണമിടപാടോ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻസോ അനുവദിക്കില്ല. പക്ഷെ UAE-യിലും ഏറ്റവും ഒടുവിൽ ഖത്തർ വരെ ഇന്ത്യൻ UPI അംഗീകരിച്ചിട്ടുണ്ട്. ഇത് വന്നതിന് ശേഷം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു ആഹ്വാനം നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചതിന് ശേഷം നമ്മുടെ രാജ്യത്തിനകത്ത് തന്നെ ഉണ്ടായ വിമർശനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇന്ത്യ അതിൽ നിന്നെല്ലാം കുതിച്ചു ചാടുന്നു. ഇന്ത്യയുടെ IT രംഗം, അതുപോലെ നിക്ഷേപങ്ങൾ, ഇതെല്ലാം വർദ്ധിക്കുന്ന ഒരു കാഴ്ച, അത്തരത്തിൽ ഇന്ത്യ GDP റേറ്റിംഗിൽ ഉൾപ്പെടെ മുന്നോട്ട് കുതിക്കുന്ന കാഴ്ച, ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇന്ത്യയുടെ വളർച്ചയെ മറ്റ് ലോകരാജ്യങ്ങൾ ഭയക്കുന്നതിന്റെ തെളിവാണോ അമേരിക്ക ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഇത്തരം പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരം ആഹ്വാനങ്ങൾ? ഇതിൽ നിന്നെല്ലാം എങ്ങനെ വിലയിരുത്താം? ഉറപ്പായിട്ടും. കാരണം ഇത് നമുക്ക് ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് പരിശോധിച്ച് അത് പങ്കുവെച്ച് പോയാലേ ഒക്കത്തുള്ളൂ. പ്രേക്ഷകരുടെ മുമ്പിൽ നമ്മൾ പറയണമല്ലോ, എന്തുകൊണ്ട് ഇന്ത്യയെ ഈ പറയുന്നത് പോലെ ലോകരാജ്യങ്ങൾ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ മറ്റു പല രീതിയിലേക്കും ഇന്ത്യയെ അടിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ ഈ പറയുമ്പം നമ്മൾ ഇന്ത്യക്കകത്തു നിന്നുള്ള ആൾക്കാർ ചെറിയും, പിന്നെ 30 ട്രില്യൺ GDP ഉള്ള അല്ലെങ്കിൽ 19 ട്രില്യൺ ഉള്ള GDP ഉള്ള അമേരിക്ക, 30-നുള്ള അമേരിക്കയും 19-ലുള്ള ചൈനയും ഒക്കെ എങ്ങനെയായി 4.37% GDP ഉള്ള ആളുമായിട്ട് മത്സരിക്കുന്നു, തകർക്കുന്നു, എന്തോ എക്കണോമിക്കൽ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കും. അപ്പൊ ഇതിനകത്ത് ഈ കാര്യം കേൾക്കുമ്പോൾ അംബാനി കാര്യം മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ അംബാനി ഇത് സ്ഥിരമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന അമ്പാന്മാരുണ്ട്, അവർക്ക് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതിലേ ഒക്കത്തുള്ളൂ. അപ്പം കഴിഞ്ഞ ഒറ്റ മാസത്തെ ഇത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇങ്ങനെ ഒരു സംഭവം വന്നു, വളരെ ചെറിയൊരു നിലക്കെട്ട് നമ്മുടെ ഈ നിര്യാതനായെന്നുള്ള രീതിയിലേക്കുള്ള ഒരു സാധനം വന്നു 2 ആഴ്ച മുമ്പ്. ഇത്തരത്തിൽ UPI ട്രാൻസാക്ഷൻ ഇന്ത്യയിൽ ലോകത്തിലെ ഒന്നാമത്, അല്ലെങ്കിൽ ലോക റെക്കോർഡ് മറ്റു രാജ്യങ്ങൾ ഉറ്റുനോക്കുന്നു എന്നുള്ള രീതിയിലേക്ക്. അതായത് 2000 കോടി രൂപയുടെ ട്രാൻസാക്ഷൻ, 25 ലക്ഷം കോടി രൂപയുടെ ഇടപാട് ഒറ്റ മാസം കൊണ്ട് UPI കൂടി നടന്നിരിക്കുന്നത്. അതായത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിന്റെ ഇത്തരത്തിലുള്ള ഇടപാടിന്റെ മൊത്തത്തിലുള്ള തുക പരിശോധിക്കുന്നതിന് 50% വരും ഇന്ത്യയിൽ, അല്ലെങ്കിൽ ഈ ഇടപാടിന്റെ വലിപ്പം. അപ്പൊ ഇതില് എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഏതാണ്ട് 85% വരുന്ന ഇടപാടും ഇന്ത്യയിൽ ഇപ്പൊ UPI മുഖാന്തരം നടക്കുന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഇത്തരത്തിലൊരു ഇടപാടുമായിട്ട് ഈ പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി നമ്മൾ ക്യാഷ്ലെസ് മണി എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടപാടുമായിട്ട് വന്നപ്പോൾ എന്തൊരു കളിയാക്കലായിരുന്നു. മീൻ വെട്ടുകാരൻ, കച്ചവടക്കാരൻ റോഡിൽ ഇരുന്ന് പാവിരിച്ച് പഴം കച്ചവടം ചെയ്യുന്നവൻ, മലക്കറി കച്ചവടം ചെയ്യുന്നവൻ, ബീഹാറിൽ ഇതുപോലെ ദരിദ്രവാസികൾ കൂടുതലുള്ള സ്ഥലം, അതായത് ഒരു നാണവും ഇല്ലാതെ പറഞ്ഞിട്ട് എന്ത് സംഭവം. ഇപ്പൊ ഈ പറയുന്ന ഈ ദരിദ്രവാസികൾ, അന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ഇന്ത്യക്കാരെ വിശേഷിപ്പിച്ച ആ ദരിദ്രവാസികളും, ഈ പറഞ്ഞ UPയിലുള്ളവരും, ഈ മീൻ കച്ചവടക്കാരനും, ഈ പഴക്കച്ചവടക്കാരനും ഒക്കെ, അതായത് സാധാരണക്കാരൻ ഉൾപ്പെടെ, കോടീശ്വരനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷപ്രഭുക്കളും ഒക്കെ അല്ല, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥൻ, കൂലിപ്പണിക്കാരൻ, സാധാരണക്കാരൻ, എല്ലാവരുടെയും ഇടപാടിനകത്ത് വലിയ വലിപ്പത്തിൽ ഈ പറയുന്നത് പോലെ UPI ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് 85% ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യയുടെ വളർച്ച എന്ന് പറയുമ്പോൾ, നമ്മുടെ റുപ്പിയയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 210%, സായിപ്പിന്റെ ഭാഷയിൽ അവന്റെ രീതിയിൽ പരിശോധിക്കുമ്പോൾ 105% വളർച്ച ഇന്ത്യ നേടിയിട്ടുണ്ട്. അതിനകത്ത് ഈ 10 വർഷത്തിൽ അമേരിക്കയുടെ വളർച്ച 70%, ഒരു പക്ഷേ ഈ പറയുന്ന അമേരിക്കയുടെ വളർച്ച 65%, ചൈനയുടെ വളർച്ച 70% മാത്രമായിരിക്കുന്ന സമയത്താണ് 105% വളർച്ച കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യ മഹാരാജ്യം നേടിയിരിക്കുന്നത്. അന്താരാഷ്ട്ര കണക്കാണ്. 1947 മുതൽ 2013 വരെ ഇന്ത്യ ഏതാണ്ട് 65 വർഷം 2 ട്രില്യൺ എക്കണോമിക് അല്ലെങ്കിൽ GDP ഉണ്ടായിരുന്ന ഇന്ത്യ മഹാരാജ്യം ഇപ്പോൾ ഏതാണ്ട് 4.5 സംതിങ് GDP, അതായത് 65 കൊല്ലം നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഉണ്ടാക്കിയെടുത്ത GDP
ട്രില്യൺ ആണെങ്കിൽ ഇപ്പൊ അത് 4.5, അത് 10 കൊല്ലം കൊണ്ട് അത്രയും വളർച്ചയാണ്. 65 കൊല്ലം കൊണ്ട് ഇന്ത്യ വളർന്ന വളർച്ച അതിനെക്കാട്ടി വലുപ്പത്തിൽ 2014 ശേഷം വളർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അതായത് ലോകത്തിലെ ഏറ്റവും മുന്തിയ ഈ പറയുന്നത് പോലെയുള്ള സ്പീഡിൽ പോകുന്ന എക്കണോമി ആയിട്ട് ഇന്ത്യ മഹാരാജ്യത്തിലെ എക്കണോമി മാറി എന്നാണ് ഇപ്പം ലോകത്തിനകത്ത് എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുകൊണ്ട് പോകുന്ന ഒരു കണക്ക്. ഒരു കണക്ക്. അതായത് ഇത് പറയുന്നത് IMF ആണ്. IMF തന്നെയാണ് പറയുന്നത്. IMF പറയുന്നത് ഈ പറയുന്ന ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത്രയും ട്രില്യൺ, അതായത് 30 ട്രില്യൺ ഉള്ള അമേരിക്ക, GDP ഉള്ള അമേരിക്കയും 19 ട്രില്യൺ ഉള്ള ചൈനയും ഒക്കെ 4 ട്രില്യൺ ഉള്ള ഈ ഇന്ത്യ മറികടക്കുമെന്നോ അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയാണ് കൂടുതൽ ഈ രീതിയിലേക്ക് പോകുന്നതെന്നൊക്കെ പറയുമ്പം അമേരിക്കയിലെ US ഇന്റർനാഷണൽ മെൻസ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കർ ആയ മോർഗൻ സ്റ്റാൻലി അദ്ദേഹമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ IMF പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വളർച്ച ശതമാന കണക്ക് നോക്കുമ്പോൾ IMF പറഞ്ഞത് US-ന്റേത് ഈ പറഞ്ഞതുപോലെ 1.9% അല്ലെങ്കിൽ ചൈനയുടെ 4.8% വളർച്ച നിരക്കുള്ളപ്പോൾ, ജർമ്മനി 0.1% വളർച്ച നിരക്കുള്ളപ്പോൾ ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് ഏതാണ്ട് 6.4%-ത്തിലേക്കാണ് പോകുന്നത്. അതായത് 7% ഇന്ത്യ അടുത്ത 11 കൊല്ലം കൊണ്ട് വളർച്ചാ നിരക്ക് ഇപ്പോഴത്തെ എക്കണോമിക്കൽ ഗ്രോത്തിനനുസരിച്ച് പോകുന്ന സമയത്ത് 2% അമേരിക്ക വളരണമെങ്കിൽ 30 കൊല്ലം എടുക്കുമെന്നും 2% ചൈന ഇനിയും അവർക്ക് വളർച്ചാ നിരക്ക് നടക്കണമെങ്കിൽ 30% എടുക്കുമെന്നും ആണ് ഈ IMF-ന്റെ കണക്കിൽ കൂടി വരുന്നത്. അതായത് ഇത് തന്നെയാണ് ഈ പറയുന്നത് പോലെ അമേരിക്കയുടെ തലവേദന. അതായത് നമ്മൾ പറയത്തില്ലേ കുതിച്ചു ചാട്ടത്തിലേക്ക് പോകും. 2% അമേരിക്കയുടെ സാമ്പത്തിക വളർച്ച ഉണ്ടാവണമെങ്കിൽ 30 കൊല്ലം എടുക്കുന്ന സമയത്താണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഈ രീതിയിൽ പോയാൽ 7% വളരുന്നതിന് വെറും 11 കൊല്ലത്തിലേക്ക് പോകും. ഈ ചൈനയും ഒരു 2% സാമ്പത്തിക വളർച്ച ഇപ്പോഴത്തെ ഈ എക്കണോമിക്കൽ ഗ്രോത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പോയാൽ ഉണ്ടാകണമെങ്കിൽ 2% വളർച്ചയുടെ 30 കൊല്ലം വേണ്ടി വരുന്നിടത്ത് 7% വളർച്ചയിലേക്ക് 11 കൊല്ലത്തിലേക്ക് പോകും. അതായത് ഇതിനകത്ത് കാരണമായിട്ട് അവർ പറയുന്നത് നമ്മുടെ സ്റ്റാർട്ടപ്പുകൾ, ലക്ഷക്കണക്കിന് സ്റ്റാർട്ടപ്പുകൾ വരുന്നു. അതുപോലെ മാനുഫാക്ചറിങ്, അതുപോലെ റോഡ് ഗതാഗതം, വ്യോമ ഗതാഗതം, ട്രെയിൻ ഗതാഗതം, അതായത് ഈ എല്ലാ രീതിയിലും സർവ്വ മേഖലയിലും ഇന്ത്യയുടെ വികസനം അതിലൂന്നി പോകുന്നത് കൊണ്ടാണ്. അത് IT മേഖലയിലും ഫിനാൻഷ്യൽ മേഖലയിലും ഒക്കെ ഉള്ള ഒരു ഡെവലപ്മെന്റ്സ്. അതുപോലെ തന്നെ കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 29 വയസ്സിനകത്ത് നിൽക്കുന്ന യുവാക്കളുടെ ഒരു എണ്ണം വളരെ വലിയ വലിപ്പത്തിലേക്കാണ്. അത് 2030 ആകുമ്പോഴത്തേന് ഏതാണ്ട് 100 കോടി വർക്കിംഗ് ക്യാപിറ്റൽ മെമ്പേഴ്സ്, അതായത് ജോലി ചെയ്യുന്ന ആൾക്കാർ, നമ്മുടെ മാൻ പവർ ഒന്ന് ആലോചിച്ച്. അതോടുകൂടി കോടാനുകോടി രൂപയുടെ വരുമാനം ഇവിടെ ഉണ്ട്. അതുപോലെ വേറൊരു കണക്ക് വന്നിട്ടുണ്ട്. ഓരോ കൊല്ലവും 4 വർഷം കൊണ്ട് 9 ലക്ഷം ബില്യനേഴ്സ് ആണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു കൊല്ലം 80,000-ഓളം അല്ലെങ്കിൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ ഇവിടെ ചില ആൾക്കാർ കണക്കും കൊണ്ടുവരും. പട്ടിണി കിടക്കുന്നവരുടെ കണക്ക്, ഹാപ്പി ഇന്ത്യൻസിന്റെ കണക്ക്, മറ്റേ കണക്ക്, മറിച്ച കണക്ക്, ചായ്പ കൊടുത്തത് എടുത്തു വെച്ചിട്ട് ഇവിടെ വർത്താനം പറയും. അപ്പൊ ഇതൊന്നും യാഥാർത്ഥ്യത്തിൽ ഇത് ഈ IMF-ഉം ലോകരാജ്യങ്ങളും അംഗീകരിച്ചിരിക്കുന്ന സാധനമായി പറയുന്നത്. ഇത് കേൾക്കുമ്പം ചിലർക്ക് അങ്ങ് താഴേന്ന് പെരുപ്പ് വരും. പെരുപ്പ് വന്നിട്ട് കാര്യം നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം. ഇത് ഇന്ത്യ എടുത്തേക്കുന്ന കണക്കല്ല, ലോകത്തെടുത്തേക്കുന്ന കണക്കാണ്. ഇതുകൊണ്ടാണ് ട്രംപിന് മൂലക്കുരുവിന്റെ അസുഖം വളരെ കൂടിയത്. നമുക്കെതിരെ ഈ താരിഫും മറ്റു പല കാര്യങ്ങളും വെച്ചു. അതായത് അമേരിക്കയെ നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം 75-ൽ അമേരിക്കയുടെ ഇന്നാളത്തെ ഒരു കണക്ക് വന്നില്ല, 2030 ആകുമ്പോഴത്തേക്ക് 20 ട്രില്യന്റെ അപ്പുറം അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഇന്ത്യൻ എക്കണോമി പോകും. ഇന്ത്യക്കാർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. അതുപോലെ നമ്മുടെ വേറെ വലിയ കണക്കുണ്ട് ഈ ഇതിനകത്ത് തന്നെ. അതായത് ഈ നമ്മുടെ മൊബൈൽ കയറ്റുമതി എത്രയാണെന്നറിയാം? 2,400 കോടി ഡോളറിന്റെയാണ് മൊബൈൽ കയറ്റുമതി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇലക്ട്രോണിക് സാധനത്തിന്റെ കയറ്റുമതി ഏതാണ്ട് 3,000 കോടി ഡോളറിന്റെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഫോറിൻ റിസർവ് ലോക റെക്കോർഡാണ്. ഫോറിൻ റിസർവ് ഒക്കെ അറിയാം. പാകിസ്ഥാനിലൊക്കെ ഈ സാധനമേ ഇല്ലെന്ന് ഇപ്പൊ അവർ പടം കണ്ടുകൊണ്ടിരിക്കുക. ഫോറിൻ റിസർവിന്റെ നമ്മുടെ ലോക റെക്കോർഡിൽ കിടക്കുക. അതായത് ഇതുവരെ ഇല്ലാത്ത ലോക റെക്കോർഡ്. ഫോറിൻ റിസർവ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ.
അപ്പൊ രാജ്യത്തിന് വേണ്ട ഏറ്റവും വലിയൊരു സംവിധാനം അത്. അതുപോലെ IT കയറ്റുമതി $2200 കോടി. അതുപോലെ യുദ്ധ സാമഗ്രികളുടെ ഇപ്പോഴത്തെ കയറ്റുമതി മാത്രം ഏതാണ്ട് 24,000 കോടി. അതിനപ്പുറമാണ്, 30,000 പുറമെ. ഇത് 2014 മുമ്പ് 600 കോടി മാത്രമായിരുന്നു. അപ്പം ഈ രീതിയിലേക്കുള്ള ഒരു പോക്ക്. അതുപോലെ തന്നെ ഇന്ത്യക്ക് അകത്തുള്ള വികസനം, 3 കോടി വീടുകളിൽ വൈദ്യുതി കൊടുത്തിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 കൊല്ലം. അതുപോലെ 14 കോടി വീടുകളിൽ വെള്ളം. അപ്പൊ എല്ലാ രീതിയിലും സമഗ്രമായിട്ടുള്ള ഒരു വികസനം, 140 കോടി ജനം വരുന്നതിനകത്ത്. പിന്നെ ഇപ്പം നമ്മുടെ ഇതിനകത്ത് പറയുന്ന പോലെ ഇവര് ഈ പറയുന്ന വളർച്ചയും ഈ പറയുന്ന കാര്യങ്ങളും ഇത് ലോകം കണ്ടെത്തുകയും അല്ലെങ്കിൽ എക്കണോമിക്കൽ ഗ്രോത്ത് ഈ പറയുന്നത് പോലെ കോവിഡിന് ശേഷം കോവിഡിന് ശേഷമുള്ള വളർച്ചയായി പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ത്യ വളരാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ നീക്കത്തിനകത്ത് വളരെ വലിയ കുതിച്ചുചാട്ടമുണ്ട്. മറ്റു രാജ്യങ്ങളെല്ലാം പരാജയപ്പെട്ടു. അപ്പൊ നമ്മുടെ ഈ കൃത്യമായിട്ടുള്ള, അതായത് എന്ത് ചെയ്താൽ എന്ത് കിട്ടും, എന്താണ് ഇതിന്റെ രീതികൾ എന്നുള്ള രീതിയിലേക്ക് സമഗ്ര മേഖലയിലും ഒരു ഭരണാധികാരി ഇറങ്ങിച്ചെന്ന് ആ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന്റെ ഒരു അവസ്ഥ. അതായത് നമ്മളുടെ രാജ്യത്തിനകത്തെ സ്റ്റാർട്ടപ്പുകൾ, അതായത് നമ്മുടെ രാജ്യത്തിനകത്തെ ഈ പറയുന്ന പ്രായം കുറഞ്ഞ യുവാക്കളെയും അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും ഡെവലപ്പ് ചെയ്യുന്നതിന്. അതുപോലെ നരേന്ദ്രമോദി വേറൊരു കാര്യത്തിനകത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കറിയാം, സ്ത്രീകളുടെ ഡെവലപ്മെന്റ്സ്. നിങ്ങൾക്കറിയാം, സ്വയം സഹായ സംഘങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് താഴെ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ പറയത്തില്ലേ, സ്ത്രീകളും അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളും യുവാക്കളും എല്ലാം കൂടെ സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് സ്വയമേ പണം ഉണ്ടാക്കാൻ താല്പര്യമുള്ളവന് പണം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. എല്ലാം ഒരുക്കിയിട്ടിരിക്കുന്നു. അതിനകത്ത് ഉപയോഗപ്പെടുത്താൻ അറിയാവുന്നവൻ പോയി ഉപയോഗപ്പെടുത്തും, പൈസ ഉണ്ടാക്കാൻ അറിയാവുന്നവൻ പോയി പൈസ ഉണ്ടാക്കും. നമ്മളെ അല്ലെങ്കിൽ എനിക്ക് പൈസ ഉണ്ടാക്കണ്ട, ഞാൻ മാറിയിരിക്കും, എന്നിട്ട് പട്ടിണിയാനേ എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്. എന്നിട്ട് ഈ പട്ടിണിയാനെന്ന് പറയുന്നത് നമ്മൾ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ടേ. മനസ്സിലായി? അപ്പം ഈ കാര്യങ്ങൾ ഒരുക്കി ഇന്ത്യക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അകത്ത് നിൽക്കുന്ന ആൾക്കാർ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്ന ഒരു ഗവൺമെന്റ്, അത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ പറയുന്നത് പോലെ ഈ രീതിയിൽ പോകുന്നതുകൊണ്ട് 2030 ആകുമ്പോഴത്തേന് ഈ പറയുന്ന ഇന്ത്യ ലോകത്തിന്റെ നെറുകയിലേക്ക് വളരെ പെട്ടെന്ന് പടർന്നു കയറും, അല്ലെങ്കിൽ കുതിച്ചു കയറും. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്. ഇപ്പം UPI എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നപ്പോൾ ഇതുപോലെ പിന്തിരിപ്പന്മാർ, അല്ലെ പുറകോത്ത് നടത്തുന്നവന്മാർ ഇന്ത്യയിൽ ഇത് സാധിക്കുമോ, അല്ലെങ്കിൽ റോഡിൽ കച്ചവടം ചെയ്യുന്നതിന് സാധിക്കുമോ, മീൻ കച്ചവടക്കാരന് സാധിക്കുമോ, ബീഹാറിലെ ദരിദ്രന്മാർക്ക് സാധിക്കുമോ, UPയിലെ പാവത്തുങ്ങൾക്ക് ഇത് സാധിക്കുമോ എന്നൊക്കെ പറഞ്ഞിടത്താണ് 85% ട്രാൻസാക്ഷനും ഇന്ന് അമേരിക്കയ്ക്ക് സാധിക്കാത്ത, ജപ്പാന് സാധിക്കാത്ത, മറ്റു പല രാജ്യങ്ങൾക്കും സാധിക്കാത്ത പ്ലാസ്റ്റിക് മണി, ക്യാഷ്ലെസ് മണിയിലേക്ക് പോയിരിക്കുന്നത്. അത് ക്യാഷ്ലെസ്നെസ്സിലേക്ക് പോയത് മാത്രമല്ല, ഈ 25 ലക്ഷം കോടി രൂപയുടെ ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ലോക റെക്കോർഡാണ്, ഒരു രാജ്യത്തിന് സാധ്യമാകത്താണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എക്കണോമിക്കൽ ഗ്രോത്ത്. അതായത് ഈ നമ്മുടെ പണമിടപാട് പണ്ടത്തെ കൂട്ട് കുറച്ചവന്മാരുടെ കയ്യിൽ മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരന്റെ കയ്യിൽ ഉൾപ്പെടെ ആവശ്യത്തിന് പണം വന്ന് മറിയുന്ന ഒരവസ്ഥയിലേക്ക്, അതായത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അവന് വിനിയോഗിക്കാൻ പ്രാപ്തമായിട്ട് പണം എല്ലാവരുടെയും കയ്യിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ സമഗ്ര വികസനത്തെയാണ് കാണിക്കുന്നത്. രാജ്യത്തിന്റെ എക്കണോമിക്കൽ ഗ്രോത്തിന്റെ വലിയ സ്പീഡാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് ലോകരാജ്യങ്ങൾ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പല കണക്കുകളും സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ശത്രു രാജ്യങ്ങൾ ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടി. അതിന്റെ കൂടെ നമ്മുടെ ഈ പറയുന്നത് പോലെ നമ്മുടെ അകത്ത് ചില കൊച്ചാട്ടന്മാരും ഉണ്ട്. അതാണ് നമ്മൾ പ്രതിപക്ഷത്തിന്റെ മുഖവും ഒക്കെ ആയിട്ട് നിന്ന് ചില ആൾക്കാർ. അപ്പം ഇന്ത്യയുടെ വളർച്ചയ്ക്കകത്ത് അസൂയപ്പെടുന്നവരാണ്. പക്ഷെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഈ രീതിയിൽ ഇന്ത്യ എല്ലാ രീതിയിലും സുരക്ഷിതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. ലോകത്തിന്റെ നെറുകയിലെത്താൻ ഒരുപക്ഷെ മറ്റു പല രാജ്യങ്ങളും എടുത്ത സമയത്തിന്റെ 4/1 സമയം പോലും എടുക്കത്തില്ല എന്നാണ് ഇപ്പൊ വരുന്ന റിപ്പോർട്ട്. അതാണ്. എന്തായാലും ഇന്ത്യ കുതിക്കുകയാണ്. അത് തന്നെയാണ് അമേരിക്കയ്ക്ക് ഈ തരത്തിൽ ഇന്ത്യയോട് ഇത്രയേറെ വിരോധം തോന്നാനും ഏത് വിധേനയും ഇന്ത്യയുടെ വളർച്ചയെ തടയുക എന്നത് മാത്രം അവരുടെ ലക്ഷ്യമായി തീരുന്നതും. ലോകരാജ്യങ്ങൾക്കൊട്ടാകെ, അല്ലെങ്കിൽ ചില വ്യാപാര ബന്ധം അമേരിക്കയുമായി നടത്തുന്ന ലോകരാജ്യങ്ങൾക്ക് എന്ന് ട്രംപ് പറയുമ്പോഴും കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും ഇന്ത്യയാണ് ഇതൊക്കെ, ഈ താരിഫൊക്കെ ഉന്നം വയ്ക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇന്ത്യ അതിവേഗം കുതിക്കുകയാണ്. UPIയുടെ തന്നെ ഒരു മാസത്തെ കണക്കുകൾ മാത്രം പുറത്തു വന്നത് ഞെട്ടിക്കുന്നതാണ്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.